ഉല്ലാസ് ബാബു നോക്കൂ, ഈ CBI അന്വേഷണം എന്തായാലും തൽക്കാലം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് CBI അന്വേഷണത്തിന് ഈ കേസ് വിടും എന്ന് കരുതുന്നില്ല. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ. കാരണം ഈ ഭരണത്തിലിരിക്കുന്നവരുടെ ആളുകൾ വീണ്ടും ഇനി ഈ കേസിൽ അകത്ത് പോകുന്നത് സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല, ഇടതുമുന്നണി ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അടുത്ത നടപടി എന്താണ്? CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഉന്നതങ്ങളിൽ പോവേണ്ടതല്ലേ? CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ഈ സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മോഡസ് ഓപ്പറാൻഡിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലെങ്കിലും മേൽക്കോടതിയെ സമീപിക്കേണ്ടതല്ലേ? കാരണം അനിവാര്യമായിരിക്കുകയാണ്. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു, അന്വേഷണം പൂട്ടിക്കെട്ടാൻ പോകുന്നു. കൃത്യമായിട്ടുള്ള സൂചനകൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് പോകുമ്പോൾ കൊടുക്കേണ്ടതല്ലേ അത്? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. SIT-യുമായി ബന്ധപ്പെട്ട് SIT-യുടെ അന്വേഷണങ്ങൾ, ആ അന്വേഷണത്തിനെ എങ്ങനെയൊക്കെ പിന്നാക്കം പോകണം എന്ന് നിശ്ചയിച്ചത് SIT-യെ നയിക്കുന്ന SIT ഹൈക്കോടതി വെച്ചതാണ് എങ്കിൽ പോലും SIT-യെ കൃത്യമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണം. ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണത്. പക്ഷേ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓരോ വിധികൾ SIT കൊണ്ടുവരുന്ന തെളിവുകൾക്കനുസരിച്ചാണ് കോടതികൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ആ കോടതി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നോക്കൂ, SIT അവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. SIT ആരുടെ അടുത്തേക്കൊക്കെ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു, പോകണമെന്ന് തീരുമാനിക്കുന്നു. ആ പോകണ്ട എന്ന് തീരുമാനിച്ചതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് കൃത്യമല്ലേ? ആ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇന്ന ആളുടെ അടുത്തേക്ക് പോകേണ്ടതില്ല, ഇന്ന സ്ഥലത്ത് മെല്ലെപ്പോക്ക് നയം മതി എന്ന് തീരുമാനിക്കുന്നിടത്ത് സർക്കാരിന്റെ കൃത്യമായ കരങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അതിന്റെ പുറകിൽ സർക്കാരിന്റെ കരങ്ങൾ ഉണ്ടാകണമെങ്കിൽ സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തികൾ അവിടെയുണ്ട്. ആ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യം കൃത്യമാണ്. ആ ചോദ്യം വരുന്നിടത്താണ് ദേവസ്വം ബോർഡുകൾ 2 വർഷം കാലാവധിയാണോ 3 വർഷം കാലാവധിയാണോ 1 വർഷം വെട്ടിച്ചുരുക്കി കൂടുതൽ കൊടുത്തോ എന്നുള്ളതല്ല സർ ജയചന്ദ്രൻ സാർ ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറയപ്പെടുന്നത് എന്താണ്? മാറി മാറി വന്നിട്ടുള്ള വ്യക്തികൾ കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. ഇതേപോലെയുള്ള സംരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇതേപോലെയുള്ള കൊള്ള നടക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള റിപ്പോർട്ടുകൾ എഴുതുന്ന സമയത്ത് ആ റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥരുടെ തെറ്റാണെന്ന് ആദ്യം വാദിച്ചവരോട് ചോദിക്കാനുള്ളത്, ഉദ്യോഗസ്ഥർ എന്ന് പറയപ്പെടുന്നത് ഇവരെടുത്ത ബോർഡ് തീരുമാനങ്ങൾ ഒപ്പിട്ട് കൊടുത്ത തീരുമാനങ്ങളെ ടൈപ്പ് ചെയ്യുന്ന ആളുകളാണ്. ആ ഒപ്പിട്ട് കൊടുക്കാൻ ഇരിക്കുന്ന തീരുമാനത്തിൽ പ്രസിഡന്റിനും ഒപ്പം തന്നെ മെമ്പർമാർക്കും ഉത്തരവാദിത്വമില്ലേ? ആ മെമ്പർ ആ ഇരിക്കുന്ന പ്രസിഡന്റിന് അറിയാത്തതാണോ അവിടെ സ്വർണ്ണമാണ് അത് ചെമ്പല്ല എന്ന് അറിയാത്തതാണോ? ബോധ്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണോ? അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടുള്ള ബോധ്യവുമുണ്ട്, കൃത്യമായ കക്കണമെന്നുള്ള പ്ലാനിംഗ് ഉണ്ട്. അപ്പൊ ആ കക്കണമെന്നുള്ള പ്ലാൻ ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ ആ വഴിക്ക് പോകുന്ന സമയത്ത് ഒരു കല്യാണം കണ്ടു, അപ്പൊ എന്റെ മണ്ഡലത്തിൽ നടക്കുന്ന കല്യാണോ മറ്റേ ചോറൂണോ പിറന്നാളോ അപ്പൊ ഒന്ന് പോയി, അത്ര മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മറുപടിയാണ് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ സാധിക്കോ? അത് വഴിയേ പോയപ്പോ ദേ കാണുന്ന ഒരു ചോറൂണ്, എന്നാ കയറി കളയാം എന്നൊരു സ്വീകരണം കൊടുത്ത് കളയാം. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് പോകുമ്പോ ദേ കാണുന്നു വീണ്ടും ഒരു ചോറൂണ്, ഒന്നും കൂടി കയറി കളയാം, ഒരു ഷോൾട്ട് കളയാം. അങ്ങനെയാണോ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയെ കാണാൻ പോയത്? അങ്ങനെ നിൽക്കുമ്പോൾ എയർപോർട്ടിനകത്ത് പോറ്റി വന്നിരിക്കുമ്പോൾ ദേ ഇരിക്കുന്നു ഒരുത്തൻ എന്റെ മണ്ഡലത്തിലുള്ളത്, ഒന്ന് കണ്ടു കളയാം, ഒരു കയ്യും കൊടുത്ത് കളയാം, അല്പം ഒന്ന് സ്വകാര്യം പറഞ്ഞു കളയാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയാണെങ്കിൽ പ്രമുഖ ജ്വല്ലറി കൊടുത്ത ആംബുലൻസിന്റെ സന്ദേശ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടപ്പുറത്ത് നിന്ന് ആ കീ ഹാൻഡ് ഓവർ ചെയ്യാൻ എന്താണ് പോറ്റിക്ക് ഉത്തരവാദിത്വം? പോറ്റി ആരാണ്? പോറ്റി ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് ചെയ്തതിന്റെ അടിസ്ഥാനം എന്താണ്? അപ്പൊ സ്വാഭാവികമായിട്ട് വെറുതെ പോകുന്ന ഒരു പോറ്റി ഒരു താക്കോലും കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ ഒരു താക്കോലും പിടിച്ചു നിൽക്കണ്ട, അതങ്ങ് മേടിച്ച് ശബരിമലയ്ക്ക് കൊടുത്തു കളയാം എന്ന് നിഷ്കളങ്കമായി മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞാൽ അതൊന്നും SIT-യുടെ തീരുമാനങ്ങൾ SIT എവിടെയൊക്കെ മെല്ലെപ്പോക്ക് നയമെടുത്തു എന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സർക്കാരുകൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആക്ഷേപം. ആ ആക്ഷേപങ്ങൾ കൃത്യമായി ഇന്നും നിലനിൽക്കുന്നു. ആക്ഷേപങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ കള്ളന്മാർ പുറത്തു വരണം. ആ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്താനുള്ള പ്രവർത്തികൾ ഇനിയും മുന്നോട്ട്
മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളതാണ് എന്റെയൊക്കെ വിശ്വാസം. ആ കോടതി കൃത്യമായി ഇടപെടുക തന്നെ ചെയ്യും. ആ കോടതി കൃത്യമായി ഇടപെടണം എന്നുള്ളത് നമ്മൾക്കൊക്കെ നീതി കിട്ടണമെങ്കിൽ കോടതിയിൽ നിന്നല്ല. അപ്പൊ കോടതി ഭാഗത്ത് നീതി ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എത്ര തവണ മൂടി വെച്ചാലും ഒരു കാരണവശാലും ഇതിന്റെ പുറകിൽ കൈയിട്ട് മാന്തിയവരെ സംരക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അതുക്കപ്പുറത്തൊരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹവും അറിയാം. അത് ഇടതുപക്ഷം മനസ്സിലാക്കിക്കോട്ടെ. അയ്യപ്പനിൽ തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം.